നമസ്കാരം. നമ്മൾ മലയാളികൾ പത്രമെടുക്കുമ്പോൾ മിക്കവാറും കണ്ണോടിക്കുന്ന ഒരു കോളമുണ്ട്, ഇന്നത്തെ രാശിഫലം. സ്വന്തം ജന്മനക്ഷത്രമോ രാശിയോ ഏതാണെന്ന് അറിയാത്തവർ നമ്മളിൽ വളരെ ചുരുക്കമായിരിക്കും. വിവാഹം മുതൽ പുതിയ വീടുപണി തുടങ്ങുന്നതിൽ വരെ ഈ രാശിക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ രാശി? ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുമായി നമ്മുടെ രാശിക്ക് എന്താണ് ബന്ധം? ഇതിൽ എത്രത്തോളം ശാസ്ത്രമുണ്ട്, എത്രത്തോളം വിശ്വാസമുണ്ട്? ഇന്ന് നമുക്ക് ആകാശത്തെ രഹസ്യങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. ലളിതമായി പറഞ്ഞാൽ രാശികൾ എന്ന് പറയുന്നത് ആകാശത്തെ ഒരു സാങ്കല്പിക ഭൂപടമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന് ഒരു വർഷം കൊണ്ട് ആകാശത്തുകൂടി സഞ്ചരിക്കുന്നതായി തോന്നുന്ന ഒരു പാതയുണ്ട്. 360 ഡിഗ്രിയുള്ള ഈ സാങ്കല്പിക പാതയെ പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ 30 ഡിഗ്രി വീതമുള്ള 12 തുല്യഭാഗങ്ങളായി വിഭജിച്ചു. ഈ 12 ഭാഗങ്ങളെയാണ് നാം രാശികളെന്ന് വിളിക്കുന്നത്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികൾ. ആകാശത്തെ ഓരോ 30 ഡിഗ്രി ഭാഗത്തേക്കും നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ രൂപത്തിനനുസരിച്ചാണ് അവർ ഇതിന് സിംഹം, തുലാസ് തുടങ്ങിയ പേരുകളൊക്കെ നൽകിയത്. ഇനി നക്ഷത്രങ്ങളും രാശിയും തമ്മിലുള്ള കണക്ക് എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെ ആകെ 27 നക്ഷത്രങ്ങളെയാണ് പരിഗണിക്കുന്നത്. ഈ 27 നക്ഷത്രങ്ങളെയാണ് 12 രാശികളിലായി വിഭജിച്ചിരിക്കുന്നത്. ഒരു നക്ഷത്രത്തെ 4 തുല്യ ഭാഗങ്ങളായി അല്ലെങ്കിൽ പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. അങ്ങനെ 27 നക്ഷത്രങ്ങൾക്ക് ആകെ 108 പാദങ്ങൾ. ഈ 108 പാദങ്ങളെ 12 രാശികൾക്ക് തുല്യമായി വീതിക്കുമ്പോൾ ഒരു രാശിയിൽ കൃത്യം 9 നക്ഷത്രപാദങ്ങൾ വരും. അതായത് 2.25 നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഒരു രാശി. ഉദാഹരണത്തിന് മേടൻ രാശി എടുത്താൽ അതിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും ഭരണി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗവും ഉൾപ്പെടുന്നു. ഒരാൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ ഭാഗത്താണോ നിൽക്കുന്നത് അതാണ് ജന്മനക്ഷത്രം. ആ നക്ഷത്രം ഉൾപ്പെടുന്ന ഇടമാണ് ജന്മരാശി. ജ്യോതിഷ വിശ്വാസമനുസരിച്ച് ജനന സമയത്തെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം മനുഷ്യരുടെ സ്വഭാവത്തെയും ഭാവിയെയും സ്വാധീനിക്കുമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രം അഥവാ ആസ്ട്രോണമി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ശാസ്ത്രീയമായി പറഞ്ഞാൽ രാശികൾ എന്ന് പറയുന്നത് കേവലം ചില നക്ഷത്രക്കൂട്ടങ്ങൾ മാത്രമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്നതായും ഒരു രൂപം ഉണ്ടാക്കുന്നതായും നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരേ നക്ഷത്രക്കൂട്ടത്തിലെ 2 നക്ഷത്രങ്ങൾ തമ്മിൽ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങളുടെ അകലമുണ്ടാകാം. കേവലം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണിത്. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഈ നക്ഷത്രഗോളങ്ങൾക്ക് ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലോ ഭാഗ്യ നിർഭാഗ്യങ്ങളിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നില്ല. ചുരുക്കത്തിൽ രാശികൾ എന്നത് പുരാതന കാലത്ത് മനുഷ്യർക്ക് ആകാശത്തെയും സമയത്തെയും മനസ്സിലാക്കാൻ ഉണ്ടാക്കിയെടുത്ത വളരെ മനോഹരമായ ഒരു കലണ്ടറാണ്. രാശിഫലങ്ങളെയും നക്ഷത്രങ്ങളെയും പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നമ്മുടെ ഭാവിയും വിജയവും തീരുമാനിക്കുന്നത് ആകാശത്തെ നക്ഷത്രങ്ങളല്ല, മറിച്ച് നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ സ്വന്തം തീരുമാനങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.